എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. സാമ്പാർ പൊടി ഇല്ലാതെ വറുത്തരയ്ക്കാതെ നല്ല തനി നാടൻ രുചിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ സാമ്പാർ വെച്ച് ശരിയാകാത്തവരും സാമ്പാറിന് കുറച്ചും കൂടെ ടേസ്റ്റ് വേണമെന്ന് തോന്നുന്നവരും, പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ വരുമ്പം നല്ല അടിപൊളിയൊരു സാമ്പാർ പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് കൃത്യ അളവിൽ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആദ്യം ഒന്ന് കുക്കറിൽ കുക്ക് ചെയ്യാനായിട്ട് വെക്കണം. 1/2 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, 7-8 അമരക്കായ എടുത്തിട്ടുണ്ട്, 1 പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10-20 ചെറിയ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്ക് എരിവുള്ള 2 പച്ചമുളകും കൂടി വേണം. ഈ തുവരപ്പരിപ്പ് നമുക്ക് ആദ്യം ഒന്ന് കഴുകിയിട്ട് വേണം പ്രഷർ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കഴുകിയ തുവരപ്പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അമരയ്ക്ക ഇതുപോലെ 1 ഇഞ്ച് വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പച്ചമുളക് അറ്റം മാത്രം ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പ്രഷർ കുക്ക് ചെയ്യാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതുപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടി മാത്രമല്ല, പതഞ്ഞ് പൊങ്ങുന്നത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ്. മീഡിയം ഫ്ലെയിമിൽ 3 വിസിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിരുന്ന് ഇവിടെ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി വേണ്ട പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. പച്ചക്കറികളായിട്ട് നമ്മൾ ഒരു വലിയ ക്യാരറ്റും, ഒരു വലിയ ഉരുളക്കിഴങ്ങും, ഒരു ചെറിയ വഴുതനങ്ങയും, 4-5 ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞ ചേനയും, ഒരു ചെറിയ കഷ്ണം പടവലങ്ങയും, 6-7 കഷ്ണം ക്യൂബ്സായിട്ട് അരിഞ്ഞ് മത്തങ്ങയുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കുന്നവർ ഇതുപോലെ തന്നെ കഷ്ണങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് ടേസ്റ്റുള്ള സാമ്പാർ കിട്ടുന്നത്. ഇത് ഇത്രയും കൂടാതെ നമുക്കൊരു 7-8 പീസ് മുരിങ്ങയ്ക്ക കൂടി വേണം. ഒരു 1/4 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത്രയും പച്ചക്കറികൾ കൂടാതെ നമുക്കിത് ഈ 2 കാര്യങ്ങളും കൂടി വേണം. പക്ഷേ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് അരിഞ്ഞ് വെക്കുന്നത്. 2 ചെറിയ വെണ്ടയ്ക്കായും, ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും, കുറച്ചധികം കറിവേപ്പിലയും വേണം. ഇത് നമ്മൾ ഇതുപോലെ ക്യൂബ്സായിട്ട് സെപ്പറേറ്റ് അരിഞ്ഞ് മാറ്റി വെക്കുക. ഈ സമയത്ത് തന്നെ നമുക്കൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പിഴിപുളി വെള്ളത്തിൽ അലിയാനായിട്ട് ഇട്ട് മാറ്റി വെക്കാം. പിഴിഞ്ഞ് മാറ്റി വെക്കുക. 1 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ തുവരപ്പരിപ്പൊക്കെ ഇവിടെ നല്ല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ആവി പോയതിന് ശേഷം കുക്കർ തുറന്നു കൊടുക്കാം. ഒരു 4 ലിറ്ററിൻ്റെ 5 ലിറ്ററിൻ്റെ ഒക്കെ കുക്കറാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എന്തായാലും വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുവാണ്. ഈ സമയത്ത് ഒരു തവി വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയെല്ലാം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ ഉപ്പും, 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കട്ടിക്കായ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഒരു ചെറിയ കഷ്ണം കായം, നമ്മൾ ഈ അരിഞ്ഞിരിക്കുന്ന പച്ചക്കറിയില്ലേ ആ ഒരു വലിപ്പത്തിൻ്റെ പകുതി വലിപ്പത്തിൽ കായത്തിൻ്റെ കഷ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ 1/2 കപ്പ് തുവരപ്പരിപ്പും ബാക്കി പറഞ്ഞ കഷ്ണങ്ങളും എല്ലാം കറക്റ്റ് ഈ അളവിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് ചൂടുവെള്ളം കറക്റ്റാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 12-13 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 12-13 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് തുറന്നു കൊടുക്കാം. ഈ സമയമാകുമ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ ഒന്ന് വെന്ത് വരും. ഈ സമയത്ത് വേണം നമ്മൾ നേരത്തെ പുളി കലക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാനായിട്ട്. പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പുളി ഒഴിച്ച് ഒരു 2-3 മിനിറ്റ് ഇതിവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അതിനായിട്ട് ചെറിയൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് അല്ലെങ്കിൽ ആ ഒരു കൊഴുപ്പ് പോകുന്നിട വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പുറത്തിൻ്റെ ആ ഒരു കളറൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ചായി വരും. അപ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്കും തക്കാളിക്കും ഒന്നും ഒരുപാട് വേവില്ല. അപ്പോൾ നേരത്തെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് വെന്തളിഞ്ഞു പോകും. അതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെ കൊഴുപ്പ് സാമ്പാറിലുള്ളത് എല്ലാവർക്കും ഇഷ്ടമാവില്ല. ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ ഇതിരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് സെയിം പാനിലേക്ക് നമുക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ള പൊടികൾ നമ്മൾ ആദ്യം തന്നെ എടുത്ത് വെക്കുക. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയുമാണ് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ എടുത്ത് വെക്കേണ്ടത്. പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടും വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാമ്പാറിൽ ഉപയോഗിക്കുന്ന സാമ്പാർ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1-2 കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. അവസാനമായിട്ട് തോനയും കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും പൊടികൾ ചേർത്ത് കൊടുക്കാം. എണ്ണയ്ക്ക് ഒരുപാട് ചൂടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു മണം വരും. അതിനുശേഷം നമുക്കത്
നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല മണമാണ് ഈ സമയത്തൊക്കെ. ഒരു 3 മിനിറ്റെങ്കിലും മീഡിയം ലോ ഫ്ലെയിമിൽ ഇതിരുന്നൊന്ന് തിളയ്ക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം, ഇത് ഓപ്ഷണലാണ്. അപ്പം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള സാമ്പാറാണ്. ഇതൊന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ പൊടികൾ ചേർത്ത് ഒരു 3 മിനിറ്റ് ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിന് മുന്നേ ഒട്ടും സമയമില്ലാത്തപ്പോൾ തയ്യാറാക്കാൻ പറ്റിയ 2 ഈസി സാമ്പാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, സാമ്പാർ പൊടി ഇല്ലാതെ തന്നെ. അത് കണ്ടിട്ടില്ലാത്തവർ കണ്ട് നോക്കുക, ഒരുപാട് നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ള റെസിപ്പീസാണ്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക സാമ്പാറിൻ്റെ റെസിപ്പി ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഇതേ രീതിയിൽ ഇതേ അളവിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് സാമ്പാർ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ തയ്യാറാക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്കും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.